ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എൻ്റെ മോർണിംഗിൽ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്നലെ വായിക്കാനായിട്ട് എനിക്കൊരു പുസ്തകം കിട്ടിയിട്ടോ. പുസ്തകത്തിൻ്റെ പേര് രാത്രി 12 മണിക്ക് ശേഷം എന്നാണ്. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ആ ബുക്കിൻ്റെ പകുതി ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നുറങ്ങിട്ടോ. അത്യാവശ്യം പേടിക്കാനൊക്കെ ഉള്ളൊരു ബുക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞപ്പോൾ മുതലേ പേടിച്ച് ഇരിക്കുകയായിരുന്നു. നല്ല ഉറക്കം വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയത്. പിന്നെ എഴുന്നേറ്റിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ബാക്കിയും കൂടി ഇരുന്ന് വായിച്ചു കേട്ടോ നേരം വെളുക്കുന്നത് വരെ. പിന്നെ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോന്നു. ഇന്ന് രാവിലെ നമുക്ക് ചടപടേന്ന് ചെയ്യാനുള്ള പണിയൊന്നുമില്ല കേട്ടോ. പതുക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മിറ്റടിച്ചിട്ട് കുറേ നാളായിട്ടുള്ളത് കൊണ്ട് ഒരു കൊതി. അപ്പം ഞാൻ പോയി മിറ്റടിച്ചിട്ടിട്ടാണ് അടുക്കളയിലേക്ക് കയറി വന്നത്. വന്നൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് കുടിച്ച് നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് പിന്നെ നമ്മുടെ പണികൾ ചെയ്യാനായിട്ട് കയറിയിട്ടുള്ളത്. ഇന്ന് രാവിലെ വേഗത്തിൽ പണികൾ തീർക്കണ്ടെന്ന് പറയാനുള്ള കാരണം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് അമ്മയ്ക്ക് കൊണ്ടുപോകണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ട് ഫുഡ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ വേഗത്തിൽ തീർത്താൽ മതി. അത് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വേഗത്തിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ പരമാവധി കാര്യങ്ങൾ അടുപ്പുമ്മ വെച്ച് ചെയ്യാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്കൊരു കുറ്റി ഉണ്ട്. എങ്കിലും പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്തോ 45 ദിവസമായിട്ടുണ്ട് ബുക്കിംഗ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പേടി കേട്ടോ. കാരണം ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മുടെ എന്തോരം കാര്യങ്ങളാണ് ബുദ്ധിമുട്ടിലാവുക. രാവിലത്തുള്ള പെടച്ചിൽ നമുക്ക് നടക്കില്ല. കാരണം അടുപ്പുമ്മ പെട്ടെന്ന് റെഡിയാവും സാധനങ്ങളെങ്കിലും തീ പൂട്ടി ഒന്ന് പിടിച്ച് വരാൻ സമയം എടുക്കുമല്ലോ. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആകെ ഒരു കറിയല്ലേ വെക്കലുള്ളൂ. അതുകൊണ്ടും വലിയ ടെൻഷനൊന്നും ഇല്ല. എങ്കിലും ഒരു പേടി. ഇഡ്ഡലിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ സാമ്പാറാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും സാമ്പാറാണ് ഇഷ്ടം. സാധാരണ അമ്മയാണ് വെക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ രാവിലെ സാമ്പാർ വെക്കൽ. അതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. സാമ്പാർ ഒന്നിനും കൊള്ളില്ല. എന്താ പറ്റണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അമ്മ പറഞ്ഞു വരുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ടും ഞാൻ വെക്കുന്ന സാമ്പാർ മാത്രം ശരിയാവണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എന്തായാലും അമ്മ പോകുമ്പോഴേക്കും റെഡി ആവാത്തത് കൊണ്ട് അമ്മയ്ക്കും അച്ഛനും കഴിക്കാനായിട്ട് ഞാൻ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും നല്ല റെസിപ്പി നോക്കിയിട്ട് വേണം എനിക്ക് ഉണ്ടാക്കാനായിട്ട്. എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ഇനി സാമ്പാർ പൊടിയുടെ കുഴപ്പം കൊണ്ടാണോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റേ കറിക്ക് വരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും നന്നായി ശ്രദ്ധിച്ച് പതുക്കെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് രാവിലെ അടുക്കളയിൽ വന്ന് നിന്നപ്പം മുതൽ കറണ്ട് പോവാ വരിക ഒരേ അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. കറണ്ട് പോകുന്ന മെസ്സേജും വന്നിട്ടില്ല. അതുകൊണ്ട് വേഗം തന്നെ വെള്ളമൊക്കെ അടിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നില്ലെങ്കിൽ പണിയാവും. പിന്നെ സൂര്യേട്ടൻ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അടുക്കളയിൽ നിൽക്കാനായിട്ട്. ഇന്നലൊക്കെ അടുക്കളയിൽ വന്ന് നിന്നിട്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും വേർത്തൊഴുകായിരുന്നു. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്ന് രാവിലെ ചെറിയ തണവൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നണില്ല കേട്ടോ. ചൂട് കൂടി വരുന്നുണ്ട്. എന്തോ കുറേ ജില്ലയിൽ യെല്ലോ അലർട്ട് എന്നൊക്കെ ഞാൻ ടി വിയിൽ പറയണ കേട്ടു കേട്ടോ. ഏതൊക്കെ ജില്ലയാണെന്ന് നോക്കാൻ മറന്നു. വേനൽക്കാലത്ത് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. കാരണം വെള്ളം ദാഹം പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. വെള്ളം കുടിക്കുകയും ചെയ്യും. എനിക്ക് ഏറ്റവും പേടി മഴക്കാലമാണ് കേട്ടോ. ആസ്വാദനമൊക്കെ ഉണ്ടെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വരണതെന്ന് അറിയില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവൽ തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി എന്നുള്ളത്. കാരണം മഴക്കാലത്ത് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഇല്ലല്ലോ. വേനൽക്കാലത്ത് പിന്നെ തൊണ്ടുണങ്ങുന്നുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം കുടിക്കും. മഴക്കാലത്ത് ആ ഒരു അവസ്ഥ ഇല്ലല്ലോ. അതാണ് പരിതാപകരം എന്ന് പറയുന്നത്. കാരണം വെള്ളം കുടിക്കാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. നല്ല മടി എന്ന് പറഞ്ഞാൽ നല്ല മടിയാണ്. എത്രയൊക്കെ കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇപ്പോൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ സമയം ഫ്രീ ആണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ബോറടിച്ചിട്ട് പാടില്ല. അതുകൊണ്ട് പരമാവധി ജോലികൾ ഞാൻ നീട്ടിക്കൊണ്ടുപോകലാണ് പണി. പക്ഷെ ഇന്ന് എന്തോ പെട്ടെന്ന് പണി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചിരിക്കുകയാണ്. കുറേ നാളായി അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ വന്ന് തീ കൂട്ടുന്നുണ്ട് കേട്ടോ. തീ പിടിപ്പിക്കാനായിട്ടും എനിക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ ചെയ്ത് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ എങ്ങനെ തീ പിടിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ സ്ഥിരമായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പൊള്ളൽ കിട്ടും. അതിപ്പോൾ എനിക്ക് പതിവായി. എന്തോരം പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കില്ല. ശ്രദ്ധയില്ലായ്മ തന്നെയാണ് കേട്ടോ പകുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കൊറിയർ വന്നപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അതൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മ അവിടെ ചെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അതും എടുത്തൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ പോയത് സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാനായിരുന്നു കേട്ടോ. പക്ഷെ ഒട്ടുമിക്ക പേരും ചെയ്തിട്ടുള്ളത് വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ്. അങ്ങനെ നോക്കി 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 ഒരു വിധം ഞാനൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കുന്നത് ഇന്ന്. ഇത് നമ്മുടെ ഹോസ്റ്റലേഴ്സിന് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി ആ ചേച്ചി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു ആളുടെ പേര് പറയണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ മറന്നുപോയി കേട്ടോ. അതാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എങ്ങനെയാവും എന്നുള്ളത് ഈശ്വരനറിയാം. എന്തായാലും സാമ്പാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികൾ പുറത്തുണ്ട് കേട്ടോ. ഗാർഡനിലെ ചെടികളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാനുണ്ട്. ഗാർഡനിങ് എന്ന് പറയുന്നത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് ചെടികൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കാനുണ്ട്. പിന്നെ എനിക്ക് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഉണക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. കുറേയൊന്നുമില്ല കേട്ടോ, ആകെ മുളക് മാത്രമേ ഉള്ളൂ. അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആശാനെ പൊടിച്ച് വെക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞായറാഴ്ച ആയിരിക്കും അമ്മ പൊടിക്കുന്നുണ്ടാവുക. ഞാൻ പൊടിച്ച് കഴിഞ്ഞാൽ തുമ്മിക്കൊണ്ട് ഇരിക്കുള്ളൂ. പിന്നെ നേരെ വന്ന് ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ടു കേട്ടോ അലക്കിയതിന് ശേഷം. പിന്നെ ഗാർഡനിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി തലവേദന ഉറപ്പാണ്. അതുകൊണ്ട് അതിന് മെനക്കെട്ടില്ല. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കണം. പിന്നെ വെള്ളമില്ല അവർക്ക്, അതും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നേരെ അവരുടെ അടുത്തേക്ക് വന്ന് അതൊക്കെ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ 2 മുട്ട ഇട്ടത് കൊടുത്ത് നേരെ അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെയൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.